ഒരുപാട് ആകലിന്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരു വചനം സംസാരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോസ്തലൻ പൗലോസ് തനിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ താൻ ഈ ലേഖനം എഴുതുകയാണ്. ഈ ലേഖനത്തിൽ ഒത്തിരി പ്രാവശ്യം തന്നെ പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കരുത്. ഇത് പറയാൻ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ താൻ നിൽക്കുമ്പോഴും ഇത് പറയാൻ തൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത്, ഈ സാഹചര്യങ്ങളൊന്നുമല്ല ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിക്കുന്നത്. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഞാൻ ദൈവത്തെ തള്ളിപ്പറയത്തില്ല, എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എന്ന് പൗലോസ് ഈ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുകയാണ്. ഇതിന് ശേഷമാണ് താൻ പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടത്. തനിക്ക് വിചാരമില്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷേ തൻ്റെ അകത്തൊരു ബോധ്യമുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ എത്ര തന്നെയാണെങ്കിലും ഞാൻ പറയുന്നതിന് മുൻപേ എന്നെ അറിയുന്ന, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കുണ്ട്, ഒരു യേശു എനിക്കുണ്ട് എന്നുള്ള ബോധ്യം. ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവചനെ സംബന്ധിച്ച് അവൻ്റെ അകത്ത് വെളിപ്പെട്ട് വരുന്നൊരു ധൈര്യമാണ് എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ളത്. ഈ ബോധ്യത്തിൽ നമ്മൾ നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ്, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആവശ്യങ്ങൾ എന്താണെന്നെങ്കിലും അത് സ്തോത്രത്തോടെ ദൈവസ്ഥലം അറിയിക്കുക മാത്രം മതി. വിചാരപ്പെട്ടതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം പരിശുദ്ധനോട് സംസാരിക്കുന്നു, ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടേണ്ട, കരുതുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ആ കരുതലുകൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.